അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ റബ്ബിൻ്റെ വലിയ സൃഷ്ടിപ്പിൽ ഒന്നായ ആകാശങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ കൃത്യതയെക്കുറിച്ചാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അതാണ് ആയത്ത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ ഭാഗം അല്ലദീ ഖലഖ. അല്ലദീ അവൻ യാതൊരുവനാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ പദമാണ്. ഖലഖ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചവനായ ചേർത്തി പറയുമ്പോൾ അർത്ഥം സൃഷ്ടിച്ചവനായ. എന്തിനെയാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്? സബ്അ 7 സമാവാത് ആകാശങ്ങൾ. 7 ആകാശങ്ങളെ 7 വാനങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്. എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? തിബാഖ അടുക്കുകളായിട്ടാണ്. തിബാഖ എന്ന പദത്തിനർത്ഥം 2 അർത്ഥങ്ങൾ പറയപ്പെടാറുണ്ട്. ഒന്ന്, ആകാശങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അള്ളാഹു അടുക്കി വച്ചിരിക്കുകയാണ്, തട്ടുകളായി വച്ചിരിക്കുകയാണ്. ആ അടുക്കുകൾ എന്നർത്ഥമാണ് ഒന്നുള്ളത്. രണ്ടാമത്തേത്, അത് പരസ്പരം യോജിച്ചും ഓരോ ആകാശവും അത് 7 തട്ടുകളായി 7 ആകാശങ്ങളായി മുകളിൽ ഓരോന്നിൻ്റെ മുകളിലായി അവ വെച്ചിട്ടുണ്ടെങ്കിലും ഓരോന്നും പരസ്പരം യോജിച്ചാണ്, ഓരോന്നും ഒരേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇതാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം. 2-ാമത്തെ ഭാഗം മാ തറാ ഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. മാ തറാ നിനക്ക് കാണാൻ കഴിയുകയില്ല, നീ കാണുകയില്ല. ഫി ഖൽഖിർ റഹ്മാൻ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്. ഫി ഖൽഖി സൃഷ്ടിപ്പിൽ നീ കാണുകയില്ല, നിനക്ക് കാണാൻ കഴിയില്ല. അർ റഹ്മാൻ ആരുടെ സൃഷ്ടിപ്പ്? പരമകാരുണ്യകൻ്റെ. അള്ളാഹുവിൻ്റെ നാമമാണ് അർ റഹ്മാൻ. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മാനിൻ്റെ പരമകാരുണ്യകൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ കഴിയില്ല. മിൻ തഫാവുത്, ഒരു ക്രമക്കേട് കാണാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ന്യൂനത അതിൽ കാണാൻ പറ്റില്ല. ഈ ആകാശങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിപ്പെടുത്ത് നോക്കിയാലും അതെങ്ങനെയാണോ കൃത്യമായി സൃഷ്ടിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് ഫി ഖൽഖില്ല എന്ന് പറയാതെ ഫി ഖൽഖിർ റഹ്മാൻ എന്ന് പറയാൻ കാരണമെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ഇങ്ങനെ കൃത്യമായി തട്ടുകളായി സൃഷ്ടിച്ചതുകൊണ്ടാണ്. റബ്ബു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കൃത്യമായി വ്യവസ്ഥാപിതമായി കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഇല്ലായെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണത്. അള്ളാഹുവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗമാണത്. ആ തിരിച്ചറിവ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഫി ഖൽഖിർ റഹ്മാൻ, പരമകാരുണ്യകൻ്റെ റഹ്മാൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു ക്രമക്കേട് നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം. 3-ാമത്തെ ഈ ആയത്തിലുള്ള ഭാഗം ഫർജിഇൽ ബസറ. ഫർജി
നീ മടക്കുക, നീ തിരിച്ചുവിടുക. അൽ ബസർ എന്തിനെ? നിൻ്റെ കാഴ്ചയെ. അഥവാ വീണ്ടും ഒന്ന് നോക്കുക. ഹൽ ചറ, ഹൽ ഉണ്ടോ, ആണോ, ഹൽ ചറ നീ കാണുന്നുണ്ടോ, മിൻ ഫുത്തൂർ വല്ല വിടവും, എന്തെങ്കിലും ഒരു വിടവ്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിടവ് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ നമ്മുടെ ചുമരിൽ ഒരു ചെറിയ വിള്ളലുണ്ടാകുമ്പോൾ എത്ര നമ്മൾ അസ്വസ്ഥപ്പെടാറുണ്ട്. നമ്മൾ നമ്മുടെ വീടിന് കൊടുത്ത പെയിൻറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ എത്ര അസ്വസ്ഥപ്പെടാറുണ്ട്. എന്നാൽ റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച ഈ ആകാശങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത നിനക്ക് പറയാൻ കഴിയോ? നിനക്ക് കണ്ടെത്താൻ കഴിയോ? അള്ളാഹു മാലോകരെ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? 7 ആകാശങ്ങളെ തട്ടുകളായി സൃഷ്ടിച്ചവനാണവൻ. പരമകാരുണ്യകൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ക്രമക്കേടും നീ കാണുകയില്ല. എന്നാൽ നീ ദൃഷ്ടിയെ ഒന്നുകൂടി തിരിച്ചുവിടുക, നിൻ്റെ കാഴ്ചയെ, ദൃഷ്ടിയെ ഒന്നുകൂടി തിരിച്ചുവിടുക. വല്ല വിള്ളലും നീ കാണുന്നുണ്ടോ? ഇതാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിനെ നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ആകാശങ്ങളിലേക്ക് നോക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കണം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ താളം തെറ്റാതെ അടുക്കുകളായി ആകാശത്തെ കൃത്യമായി ഭൂമിയിലേക്കൊരു പ്രശ്നമില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വലിയ സൃഷ്ടിപ്പിനെ റഹ്മാനായ റബ്ബ് സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം തെറ്റാതെ നിയന്ത്രിക്കുന്ന റബ്ബിന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ പരിഹരിക്കാൻ അള്ളാഹ്ക്കൊരു പ്രശ്നമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ്. ഇത്ര വലിയ സൃഷ്ടിപ്പിനെ സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റബ്ബിനോടല്ലേ നമ്മൾ ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ മുമ്പിലല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത് എന്ന ചിന്തയാകണം ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തെ കണക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കേണ്ടത് ഒന്നതാണ്. 2, നമ്മൾ ആക്ഷൻ സ്റ്റെപ്പ് എടുക്കുക. എന്താ ആക്ഷൻ സ്റ്റെപ്പ് എടുക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ റബ്ബ് പറഞ്ഞു, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അല ജുനുബിഹിം. അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. എങ്ങനെയൊക്കെ അവർ ഓർക്കുന്നത്? നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ടൊക്കെ അള്ളാഹുവിനെ അവർ ഓർക്കുന്നു. വയതഫക്കറൂൻ, അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. ഫി ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അഥവാ വിശ്വാസികളുടെ പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു നൽകിയ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. ചിന്തിക്കുക മാത്രമല്ല, അവർ പറയും റബ്ബന മ ഖലഖ്ത ഹാദാ ബാതില, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഒരിക്കലും ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തുകൊള്ളണമേ. ഇത് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന തേട്ടമായി വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ ഈ ആയത്തുകളുടെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കണം. ഒന്നിറക്കേണ്ടത് നമ്മൾ പറഞ്ഞു, ഇത്ര വലിയ കൃത്യമായി കൊണ്ടുപോകുന്ന റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ സൃഷ്ടിപ്പ് അത് നടത്തുകയും ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയാം, മനസ്സറിഞ്ഞു പ്രതീക്ഷയോടെ എല്ലാം കഴിയുന്ന റബ്ബിനോട് നമ്മൾ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മൾ ഇന്ന് മുറ്റത്തിറങ്ങി
ആകാശത്തിലേക്ക് നമ്മൾ നോക്കുക, ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ പറയാം, സുബ്ഹാനല്ലാഹ്, ഈ പ്രപഞ്ചത്തെ നീ ഇത്ര കൃത്യമായി പരിപാലിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെയും റബ്ബെ ഒരിക്കലും നീ കൈവിടരുത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന നമുക്ക് നടത്താം. റബ്ബന മാ ഖലഖ്ത ഹദാ ബാത്തില സുബ്ഹാനക് ഫഖിന അദാബന്നാർ. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ ഈ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.